പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണരീതിയും നയങ്ങളും ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം നേടിയ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഗുജറാത്തിൽ വിജയകരമായി പരീക്ഷിച്ച നിരവധി പദ്ധതികളും ഭരണ പരിഷ്കാരങ്ങളും ദേശീയ തലത്തിൽ നടപ്പിലാക്കിയപ്പോൾ അവ രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ സംഭാവനകൾ നൽകി. ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക വികസനം ക്ഷമമാക്കുന്നതിനും ജനക്ഷേമം ഉറപ്പാക്കുന്നതിനും ഈ നയങ്ങൾ സഹായകമായി. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ കേന്ദ്ര സംസ്ഥാന സഹകരണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു. കേന്ദ്രത്തിന്റെ നയങ്ങൾ സംസ്ഥാനങ്ങളുടെ സഹകരണത്തിലൂടെ എങ്ങനെ ഫലപ്രദമായി നടപ്പാക്കാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ തിരിച്ചറിവ് പ്രധാനമന്ത്രിയായപ്പോൾ സഹകരണ ഫെഡറലിസത്തിനും മത്സരാധിഷ്ഠിത ഫെഡറലിസത്തിനും ഊന്നിയ ഒരു ഭരണരീതിക്ക് രൂപം നൽകി. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന ചരക്ക് സേവന നികുതി പരിഷ്കാരം സംസ്ഥാനങ്ങളുമായി സമവായത്തിലൂടെ പാസാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. GST കൗൺസിൽ രൂപീകരിച്ചതിലൂടെ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക കൂടിയാലോചനകൾക്ക് ഒരു സ്ഥിരം വേദി ലഭിച്ചു. ഇത് ഇന്ത്യയിൽ ഒരു ഏകീകൃത ദേശീയ വിപണി സൃഷ്ടിക്കുന്നതിന് ഒരു വഴി തുറന്നു. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകാനും അദ്ദേഹം ശ്രമിച്ചു. കേന്ദ്ര നികുതി വിഹിതത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള ഓഹരി വർദ്ധിപ്പിച്ചു. ഇത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വികസന മുൻഗണനകൾ അനുസരിച്ച് പദ്ധതി ആവിഷ്കരിക്കാനും നടപ്പാക്കാനും കൂടുതൽ സ്വാതന്ത്ര്യം നൽകി. ഒപ്പം ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം ഉൾപ്പെടെയുള്ള പരിഷ്കരണങ്ങൾ സംസ്ഥാനങ്ങളെ റാങ്ക് ചെയ്തുകൊണ്ട് അവയ്ക്കിടയിൽ ആരോഗ്യകരമായ ഒരു മത്സരാധിഷ്ഠിത അന്തരീക്ഷം വളർത്താനും ശ്രമിച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലും ഗുജറാത്ത് മാതൃകയുടെ സ്വാധീനം വ്യക്തമാണ്.